അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തെ സംശയത്തിലാക്കുന്ന ചില കാഴ്ചകൾ ഇപ്പോഴും നമുക്ക് ചുറ്റിലുമുണ്ട്. അത്തരമൊന്നാണ് കൊച്ചി കളമശ്ശേരി കടുങ്ങല്ലൂർ സ്വദേശി അയ്യപ്പൻകുട്ടിയുടെ ദുരിത ജീവിതം. കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമില്ല അയ്യപ്പൻകുട്ടിക്ക്. വന്നിരിക്കാനും നിൽക്കാനും ഒന്നും സൗകര്യമില്ല. ഇതിന്റെ മോളിൽ കൂടെ കുറെ പ്രാവശ്യമാണ് പാമ്പുകൾ എഴുകണത്. ഞങ്ങൾ ലൈറ്റിട്ടാണ് കിടക്കണത് പേടിച്ചിട്ട്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്ത് മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിൽ നിന്നാണ് ഈ കാഴ്ച. കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ കാരോത്തുകുന്നിലെ ഈ കൂരയിലാണ് നിത്യരോഗിയായ അയ്യപ്പൻകുട്ടിയുടെയും ഭാര്യ ലീലയുടെയും താമസം. 4 നിര കട്ടകെട്ടി പടുതുകൊണ്ട് കെട്ടിമറിച്ചൊരു ഷെഡ്. നല്ലൊരു ശുചിമുറി പോലുമില്ല. കാറ്റൊന്നു വീശിയാൽ, മഴയൊന്ന് തിമിർത്ത് പെയ്താൽ തകർന്നടിയും ഈ കൂരയും ഇവരുടെ പ്രതീക്ഷകളും. ഈ ഇടിഞ്ഞു വീണും ചോരുന്നതും അതിന് കണ്ണ് ജീവിച്ചു പോകണം. ഇത്ര നാളും മറച്ച് ജീവിച്ചു പോണത്. ഇപ്പോൾ ഒരു മുറി, ഇതിനാലും ഇച്ചിരി വലുപ്പത്തിൽ ഒരു മുറി വേണം, ഒരു അടുക്കളയും വേണം, ഒരു ബാത്റൂമും മതി. ഞങ്ങൾ മരിക്കണ വരെ കിടക്കാൻ വേണ്ടി. കുടുംബസ്വത്തായി കുറച്ച് ഭൂമിയുണ്ടെങ്കിലും പിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ സർക്കാർ പദ്ധതികളിലും ഇടം പിടിച്ചില്ല. പെൻഷനും വല്ലപ്പോഴും വീട്ടുജോലിക്ക് പോകുന്ന ഭാര്യയുടെ വരുമാനവുമാണ് ഉപജീവന മാർഗം. അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. വീടിന് അപേക്ഷിക്കാൻ പറ്റും. അത് 3 പേരും മക്കളുണ്ടല്ലോ, അങ്ങനെ കിട്ടാൻ പറ്റില്ല. പിന്നെ ബാധ്യത സർട്ടിഫിക്കറ്റ് വെച്ചാൽ കരടടിച്ചാൽ രസീതില്ല. എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആനുകൂല്യം കിട്ടണ ഇത് വേണമല്ലോ. അപ്പോൾ വാദം തളർന്നുപോയി. നിലംപൊത്താറായ കൂരയിലിരുന്ന് ദുരിതങ്ങളുടെ കെട്ടഴിക്കുമ്പോൾ ഇവരുടെ നെഞ്ചിലെ തീയും കണ്ണുനീരായി പെയ്തൊഴിയുകയാണ്. മലയോര മേഖലയിലോ വനാതിർത്തി പ്രദേശത്തോ അല്ല, മെട്രോ നഗരമായ കൊച്ചിയിൽ തന്നെയാണ് ഇവരുടെ ജീവിതം. കേവലം സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് തഴയുകയല്ല, ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. സന്മനസ്സുള്ളവർ കാണട്ടെ, അധികൃതർ കണ്ണു തുറക്കട്ടെ. കൊച്ചിയിൽ നിന്ന് സഞ്ജു പൊറ്റവലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.